ഇന്ത്യക്കാരുമായി പോയ 2 കപ്പലുകൾ കടൽ കൊള്ളക്കാർ റാഞ്ചി എന്ന് വാർത്ത വരുന്നു. യമൻ സൊമാലിയ തീരങ്ങളിൽ നിന്ന് 2 ചരക്ക് കപ്പലുകൾ പിടിച്ചെടുത്തിരിക്കുന്നു. MT സിബു കപ്പലിൽ 16 ഇന്ത്യക്കാരും MV ലുത്തൂഫ് കപ്പലിൽ 6 ഇന്ത്യക്കാരുമാണ് ഉള്ളത്. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ, കടൽ കൊള്ളക്കാരാണോ ഈ 2 കപ്പലുകളും റാഞ്ചിയിരിക്കുന്നത്? നമ്മുടെ നേവി സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ അവിടേക്ക് എത്തി ഈ കടൽ കൊള്ളക്കാരിൽ നിന്ന് കപ്പൽ മോചിപ്പിക്കാനാണ് പതിവ്. ഇത് ഇന്ത്യൻ കപ്പലാണെന്ന് അവർ തിരിച്ചറിഞ്ഞിട്ടില്ലേ? എന്താണ് സംഭവിച്ചത്? എപ്പോഴാണ് സംഭവിച്ചത്? ഈ യാത്രക്കാരൊക്കെ, തൊഴിലാളികളൊക്കെ സുരക്ഷിതരാണോ? അരുൺ, 2 കപ്പലുകളാണ് ഇപ്പോൾ കടൽ കൊള്ളക്കാർ റാഞ്ചി എന്നവരും പുറത്തേക്ക് വരുന്നത്. ഒന്ന് യമൻ തീരത്തും മറ്റൊന്ന് സൊമാലിയൻ തീരത്തുമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2ഉം ചരക്ക് കപ്പലുകളാണ്. ഈ കപ്പലുകളുടെ പേര് എന്ന് പറയുന്നത് MT സിബു 1. ഇതൊരു ഇന്ധന ടാങ്കർ ആണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ മൊത്തം 20 ജീവനക്കാർ ഉണ്ടായിരുന്നു. ഇതിൽ 16 പേർ ഇന്ത്യക്കാരാണ് എന്ന് അറിയാൻ കഴിയുന്നു. ഒപ്പം ഒരാൾ സിറിയൻ പൗരനും ഒരാൾ സുഡാൻ പൗരനും ഒരാൾ ഇറാഖ് പൗരനുമാണ് എന്ന വിവരമാണ് പുറത്തേക്ക് വരുന്നത്. നിലവിൽ ഈ കപ്പലുമായി ആശയവിനിമയം നടത്താൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. ഡയറക്ടർ ഓഫ് മാരിടൈം അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കുന്ന അവരുടെ പ്രാഥമിക റിപ്പോർട്ടിൽ ജീവനക്കാർ എല്ലാവരും സുരക്ഷിതരാണ് എന്നാണ്. 6 പേർ അടങ്ങുന്ന കടൽ കൊള്ളക്കാരുടെ സംഘമാണ് ആയുധങ്ങളുമായി എത്തി ഈ കപ്പൽ റാഞ്ചിയത് എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ കപ്പൽ റാഞ്ചുമ്പോൾ പ്രത്യേകിച്ച് യമൻ തീരത്ത് നിന്ന് ഏകദേശം 30 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു കപ്പൽ ഉണ്ടായത്. അവിടെ വെച്ചാണ് ഈ കപ്പൽ ഇത്തരത്തിൽ കൊള്ളയടിക്കപ്പെടുന്നത്, ഇത്തരത്തിൽ തട്ടിക്കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടായത്. MV ലുത്തൂഫ് എന്ന കപ്പലിൽ മൊത്തം 10 ജീവനക്കാരാണ് ഉണ്ടായത്. ഇതിൽ 6 പേർ ഇന്ത്യക്കാരാണ് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ ഒരു ജോർജിയൻ പൗരനും 2 സെർബിയൻ പൗരനും ഒരു തുർക്കി പൗരനും ഈ കപ്പൽ ഉണ്ടായിരുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. 8 അംഗ കൊള്ളക്കാരാണ്, 8 അംഗ തോക്കുധാരികളായ കൊള്ളക്കാരാണ് ഈ കപ്പൽ റാഞ്ചിയത് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ കപ്പൽ തുർക്കിയിലേക്ക് പോകുന്ന ഒരു കപ്പലായിരുന്നു. ഇതിൽ അല്പം പ്രത്യേകിച്ച് ആയുധങ്ങളടക്കം ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആയുധങ്ങളും അതോടൊപ്പം തന്നെ ആശയവിനിമയത്തിനായുള്ള ചില വാർത്താ സാറ്റലൈറ്റുകളും ഈ കപ്പലിൽ ഉണ്ടായിരുന്നു എന്ന് അറിയാൻ കഴിയുന്നു. ഈ കപ്പലുമായി ഇതുവരെ ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് തുർക്കി ഭരണകൂടം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും ഇന്ത്യൻ സമുദ്രത്തിന്റെ പരിധിയിലല്ല ഈ 2 കടൽ കൊള്ളയും നടന്നിരിക്കുന്നത്, ഇത്തരം തട്ടിക്കൊണ്ടുപോകൽ റാഞ്ചുകൾ നടന്നിരിക്കുന്നത് എന്ന വിവരം ലഭിക്കുന്നുണ്ട്. എന്താണെങ്കിലും വിശദമായി തന്നെ ഇക്കാര്യത്തിൽ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അടക്കം പരിശോധിച്ചു വരുന്നുണ്ട്. ഇന്ത്യക്കാർ മൊത്തം 20 ഇന്ത്യക്കാരാണ് ഈ 2 കപ്പലിൽ, 22 ഇന്ത്യക്കാരാണ് ഈ 2 കപ്പലുകളായി ഉണ്ടായിരുന്നത്. ഇവരുടെ മറ്റ് സ്വദേശികൾ എവിടത്തുകാരാണെന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു. മലയാളികളടക്കം ഉണ്ടോ എന്ന കാര്യത്തിലൊന്നും ഇപ്പോൾ വ്യക്തത എന്താണെങ്കിലും വന്നിട്ടില്ല. മൊത്തം 22 പേരാണ് ഈ 2 കപ്പലുകളായി ഉണ്ടായത്. നിലവിൽ ഒരു കപ്പൽ, അതായത് MT സിബു 1 എന്ന കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരാണ് എന്ന വിവരം ലഭിക്കുന്നു. അതോടൊപ്പം തന്നെ MV ലുത്തൂഫ് എന്ന കപ്പലിലെ വിശദാംശങ്ങൾ ഇനി ലഭിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം കാര്യങ്ങൾ പരിശോധിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അരുൺ, താങ്ക് യു നോബൽ. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അല്പം ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ്. പക്ഷേ നമ്മുടെ നേവി എത്തും, കടലിലുള്ള നമ്മുടെ നേവിയുടെ സാന്നിധ്യം ഇത്തരം കപ്പലുകൾക്ക് വലിയ സുരക്ഷയാണ്. എന്തൊക്കെയാണെങ്കിലും നേവി എത്തി സൊമാലിയൻ കടക്കൊള്ളക്കാരിൽ നിന്നൊക്കെ കപ്പലൊക്കെ മോചിപ്പിച്ച ചരിത്രം നമ്മളിങ്ങനെ വിജൃംഭിതരായിട്ടാണ് വായിച്ചിരിക്കുന്നത്.